തൃശൂർ ജില്ലയിലെ പൊയ്യയിൽ പമ്പിലെ പെട്രോളിൽ വെള്ളം കലർന്നെന്ന് പരാതി. ഇന്ധനം നിറച്ചതിന് പിന്നാലെ നിരവധി വാഹനങ്ങൾ വഴിമധ്യേ ഓഫായി. സംഭവത്തെ തുടർന്ന് പെട്രോൾ പമ്പ് താൽക്കാലികമായി അടച്ചു. മൊത്തം വെള്ളമാണ് ഇതിനകത്ത്. പെട്രോളിന്റെ അംശം ഭയങ്കര കുറവാണ്. എത്തനോളാണെന്നാണ് ഇവർ പറയണത്. എത്തനോളല്ലത്. ടാങ്കിന് എന്തോ പ്രശ്നമുണ്ട്. ഇതിന്റെ ഒരുപാട് വണ്ടികളായി. ഇത് ഇപ്പൊ ഒരു 4ാമത്തെ വണ്ടിയാണ്. ഇപ്പൊ വെള്ളമാണ് ഇതിനകത്ത്. ഈ 3-4 വണ്ടിയുടെ പെട്രോളാണിത്. മൊത്തം വെള്ളം. ഇതിനകത്ത് ഇത്രയും വെള്ളം വരും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. രാവിലെ പെട്രോൾ അടിക്കാൻ വന്നതാണ്. പെട്രോൾ അടിച്ച് പോണ വഴിക്ക് വണ്ടി മിസ്സിങ് കാണിക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ പേര് ഇതേപോലെ റോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോക്കിലിട്ട് പോന്നപ്പോൾ വണ്ടി തട്ടിമുട്ടിയും പോന്നു പമ്പിലെത്തിയപ്പോൾ അത്യാവശ്യം പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരിക്കുകയാണ്. ശ്രീജിത്ത്, ഗുരുതരമായ ആക്ഷേപമാണ് ഉയരുന്നത്. എന്താണ് മനസ്സിലാകുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ടാങ്കിൽ, അതായത് പെട്രോൾ പമ്പിലെ ടാങ്കിൽ എന്തോ ചോർച്ചയോ അല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ വരാൻ യാതൊരു മാർഗവുമില്ല. പക്ഷേ അധികൃതർ ഇത് ശ്രദ്ധിച്ചില്ല, ഉടമയോ ഇത് ശ്രദ്ധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പൊയ്യയിലെ HP പമ്പാണ് ഇത്. എന്തായാലും ഈ പമ്പിൽ രാവിലെ മുതൽ പെട്രോൾ അടിച്ച ആളുകൾക്കാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വഴിമധ്യേ പലരുടെയും വാഹനം ഓഫായി. പിന്നീട് ചോക്കിട്ടും അതുപോലെ തന്നെ വാഹനം തള്ളിയും ഒക്കെയാണ് വീണ്ടും പെട്രോൾ പമ്പിലേക്ക് വന്നത്. ആ മെക്കാനിക്കിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും പ്രതിഷേധവുമായി നാട്ടുകാരും അതുപോലെ തന്നെ ഈ പമ്പിൽ നിന്ന് ഇന്ധനം അടിച്ച ആളുകളും രംഗത്തെത്തിയതോടെ ഈ പെട്രോൾ പമ്പ് താൽക്കാലികമായി ഇപ്പോൾ അടച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നാണ് പെട്രോൾ പമ്പിന്റെ ഉടമ അറിയിക്കുന്നത്. എന്തായാലും കുറേ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വലിയ പണി, എഞ്ചിൻ പണി അടക്കം വേണ്ടി വരുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ട്. ശരി, പെട്രോളിൽ വെള്ളം കലർന്നിരിക്കുന്നു എന്നുള്ള പരാതിയെ തുടർന്നാണ് പമ്പ് ഇപ്പോൾ താൽക്കാലികമായി അടച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ, തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.